Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram Ram Hare Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna. വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമാണ്. ഭൂമിയുടെ സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ നാരദ മഹർഷി 5 മാധവ വിഗ്രഹങ്ങളെ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചു. ഇതാദ്യം ഉണ്ടായപ്പോൾ തന്നെ 5 മാധവ വിഗ്രഹങ്ങൾ. ഓർമ്മയുണ്ടോ 5ന്റെയും പേര്? ഇവിടെ പ്രയാഗ് അലഹാബാദില് വേണി മാധവ, കാശിയില് ബിന്ദു മാധവ, പിന്നെ രാമേശ്വരത്ത് സുന്ദര മാധവ, പിന്നെ നീലമാധവ, പിന്നെ ഒരു ശ്വേതമാധവ, ഓക്കെ, കുന്തി മാധവ, ഇങ്ങനെ 2-3. ശ്വേതമാധവ ഇപ്പം നമ്മൾ എവിടെയാ പറയാ, നമ്മള് അമ്പലമല്ലേ, നമ്മുടെ അമ്പലമല്ലേ, ജഗന്നാഥ്പുരി അമ്പലമല്ലേ, അമ്പലത്തിൽ നിന്ന് വെളിയിൽ വന്ന് റൈറ്റിൽ തിരിഞ്ഞ് ഒരു 100 മീറ്റർ ശ്വേതം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് പോകുമ്പോൾ പോയാൽ മതി. അമ്പലത്തിന്റെ വെളിയിൽ വന്ന് ജസ്റ്റ് 100 മീറ്റർ വലത് സൈഡിൽ ഒരു തടാകമുണ്ട്. ശ്വേതഗംഗ എന്നാണ് കുളത്തിന്റെ പേര്. അതിന്റെ കരയിൽ തന്നെ പുരിയില്. അപ്പോ വളരെ പ്രാചീനമായ ക്ഷേത്രമാണ് ഈ നീലമാധവ ക്ഷേത്രം. സമാധാനത്തിൽ നിന്ന് തൊഴാൻ പറ്റിയോ? ലോഡ് ചൂട്ടോ? ശരി. അപ്പോ ഈ നിങ്ങൾ ആദ്യത്തെ ദിവസം എല്ലാവരും ഇന്ദ്രദ്യുമ്ന സരോവരം പോയില്ലേ? ഈ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്
ഈ നീലമാധവ ഭഗവാൻ നിരന്തരം സ്വപ്നത്തിൽ വരും, എന്നും സ്വപ്നത്തിൽ വരും. അപ്പൊ സ്വപ്നത്തിൽ ഈ രൂപം കണ്ട് കണ്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടം തോന്നും. നമുക്ക് ആർക്കെങ്കിലും അമ്പലങ്ങളോ ദൈവങ്ങളോ സത്സംഗമോ പുണ്യ സ്ഥലമോ സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പൊ ചിലർ ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് സ്വപ്നമല്ല, നമ്മൾ ഗുരുവായൂരിൽ ചെന്നിട്ട് ദർശനമെടുത്തതിന് സമമാണ്. സ്വപ്നങ്ങൾ 3 ടൈപ്പാണ്. സ്വപ്ന, സുഷുപ്തി, ജാഗ്രത, 3 ടൈപ്പാണ്. സാധാരണ നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത സ്വപ്നങ്ങളാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, പോകുമ്പോൾ ഒരു കാറ് കണ്ടു, പിന്നെ ഒരു സ്വർണ്ണക്കട കണ്ടു, പിന്നെ ഒരു പക്ഷിയെ കണ്ടു. ഉറങ്ങുമ്പോൾ ഒരു സ്വർണ്ണ കാർ പറക്കണ പോലെ കാണും. ഈ സ്വപ്നങ്ങൾക്ക് അർത്ഥമില്ല. നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ കണ്ട കാഴ്ചകളെല്ലാം ഇങ്ങനെ ഓടും. പക്ഷെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ അതങ്ങനെയല്ല. അത് കണ്ടാൽ യാഥാർത്ഥ്യമാണ്. ചില സമയം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണും ചെറുതായിട്ട്, അത് നമുക്ക് സൂചനയാണ്. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ പുതിയ ഒരു സ്ഥലത്ത് പോകും, ഇതിനു മുമ്പേ അവിടെ പോയിട്ടില്ല, പക്ഷെ അവിടെ ചെന്നാൽ ഈ മുറി എനിക്കറിയാം, ഈ സ്ഥലം എനിക്കറിയാം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് ലൈഫിൽ ഒരു സൂചനയാണ്. അപ്പൊ ഇന്ദ്രദ്യുമ്ന രാജാവിന് നിരന്തരം ഈ നീലമാധവ ഭഗവാന്റെ വിഗ്രഹം സ്വപ്നത്തിൽ വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഉടനെ തൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു വിഗ്രഹം എൻ്റെ സ്വപ്നത്തിൽ നിരന്തരം വരുന്നു, കണ്ടുപിടിച്ച് തരുന്നവർക്ക് സമ്മാനം. അങ്ങനെ പല ദിശയിലും ആൾക്കാർ യാത്ര ചെയ്തു, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം രാജാവിൻ്റെ മന്ത്രിയായ വിദ്യാപതി, മന്ത്രി മഹാബുദ്ധിമാനം, അങ്ങനെ മാസങ്ങളായി യാത്ര തിരിച്ചു. ആരെ കണ്ടുപിടിക്കാൻ? നീലമാധവ വിഗ്രഹം. അങ്ങനെ ഈ വനപ്രദേശത്ത് വന്നു. ഇത് ഒരു കാലത്ത് മൊത്തം വനമായിരുന്നു. ശബര എന്ന് പറയുന്ന ഒരു കാട്ടാളവർഗം താമസിക്കുന്ന ഒരു വനമായിരുന്നു ഇവിടെ. അപ്പൊ ഈ വിദ്യാപതി എന്ന മന്ത്രി ഇവിടെ അന്വേഷിച്ച് ഇവിടെ വന്ന് ഒരു 2 ദിവസം നിൽക്കാം എന്ന് വിചാരിച്ച് നിന്നു. പക്ഷെ ഇവിടെ ഈ വിഗ്രഹത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. രാത്രിയാകുമ്പോൾ ഈ കാട്ടാള തലവൻ എന്ത് ചെയ്യിച്ചാൽ കുറെ ചന്ദനവും പൂക്കളും പാലും തൈരും തേനും ഒക്കെ ആയിട്ട് രാത്രി എവിടെയോ പോകും. രാവിലെ ഈ കാട്ടാള തലവൻ തിരിച്ചു വരുമ്പോൾ ശരീരം എല്ലാം സുഗന്ധം, ഭയങ്കര മണം. അപ്പൊ ചെന്ന് ചോദിച്ചു, നീ എവിടെയാ പോയേ, എന്താ ചെയ്തത്? അയാൾ ഒരു വിധത്തിൽ പറയില്ല. അപ്പൊ വിദ്യാപതി മന്ത്രിക്ക് ഒരു സംശയം, ഈ ഗ്രാമത്തിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. ഇവിടെ തന്നെ താമസമായത് മാത്രമല്ല, പതുക്കെ കാട്ടാള വർഗ തലവന്റെ മകളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഇപ്പൊ അമ്മായച്ചൻ പറഞ്ഞല്ലേ പറ്റൂ രാത്രി എവിടെ പോകണമെന്ന് അല്ലേ? അവസാനം അദ്ദേഹത്തിന് ദേഷ്യം വന്നു, ശരി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിദ്യാപതിയെ കണ്ണും കെട്ടി രാത്രി വിളിച്ചുകൊണ്ടുപോയി. പക്ഷെ ഇവൻ ബുദ്ധിമാനാണ്. പോകുന്ന വഴിക്കെല്ലാം മറ്റേ എള്ളും കടുകും ഇട്ടുകൊണ്ട് പോയി. കാരണം 2 ദിവസത്തിൽ അത് പൊടിക്കുമല്ലോ. അവിടെ കാട്ടിനകത്ത് ചെന്ന് നോക്കിയാൽ ഭയങ്കര സൗന്ദര്യവും സുഗന്ധവും ഉള്ള ഒരു വിഗ്രഹം. കണ്ണെല്ലാം വലുത്, ചെവി വരെ നീണ്ടു നിൽക്കുന്ന കണ്ണുകൾ, ചുരുണ്ട മുടി, ശംഖ് പോലത്തെ കഴുത്ത്, അതീവ സുന്ദരനായ ഭഗവാൻ. കുന്തിദേവി കുന്തി സ്തുതിയിൽ പാടുന്നുണ്ടല്ലോ, നമ പങ്കജ നാഭായ നമ പങ്കജ മാലിനേ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജാംഗ്രിയ. അങ്ങനെ ആ വിദ്യാപതിക്ക് സന്തോഷമായി ഓടി രാജാവിൻ്റെ അടുത്ത്, ഞാൻ കണ്ടു. അങ്ങനെ രാജാവ് വലിയ സൈന്യമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഈ കടുകിട്ടൊക്കെ വെച്ച് നോക്കി അവിടെ ചെല്ലുമ്പോൾ നീലമാധവ വിഗ്രഹം കാണാനില്ല. രാജാവ് കാട്ടാളന്മാരെ ഇവരാണ് എടുത്ത് മോഷ്ടിച്ചത് എന്ന് അവരെടുത്ത് ദേഷ്യപ്പെട്ടു.
അവര് തിരിച്ച് നിങ്ങളുടെ മന്ത്രിയാണ് രാത്രിക്ക് രാത്രി എന്തോ ചെയ്തത്. ഇവരെ തമ്മിൽ അടിയായി. രാജാവിന് വീണ്ടും നിരാശ. ഇതുവരെ വന്നിട്ടും ആരെ കാണാൻ പറ്റിയില്ല? നീലമാധവ് വിഗ്രഹത്തിനെ കാണാൻ. രാജാവ് തിരിച്ചു പോയി. ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, 3 ഇത് എന്താ പറയാ, എൻ്റെ രൂപം മരക്കഷ്ണം, സമുദ്രത്തിൽ വലിയ 3 മരക്കഷ്ണം ഒഴുകി വരും. അതുകൊണ്ട് നീ എൻ്റെ വിഗ്രഹം ഉണ്ടാക്കണം. ഈ മരക്കഷ്ണം പറഞ്ഞതുപോലെ എടുത്ത് വിഗ്രഹം ഉണ്ടാക്കിയപ്പോൾ എത്ര ശില്പികൾ വന്ന് കൊത്തിയാലും ഈ ഉളി പൊട്ടിപ്പോകും, നടക്കത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഒരു ശില്പി വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭഗവാന്റെ രൂപം കൊത്തിത്തരാം, പക്ഷെ ആരും വന്ന് വാതിൽ തട്ടുകയോ തുറക്കുകയോ എന്നെ ഡിസ്റ്റർബ് ചെയ്യോ പാടില്ല. രാജാവ് സമ്മതിച്ചു. ഈ മരവും ഇതൊക്കെ ആയിട്ട് ഈ ശില്പി അകത്ത് കയറി വാതിലും പൂട്ടി. രാജാവ് എന്നും വന്ന് ചെവി വെച്ച് നോക്കുമ്പോൾ ടിങ് 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 സൗണ്ട് കേൾക്കണം. 21 ദിവസമായി സൗണ്ട് നിന്നും. രാജാവിന് ക്ഷമയില്ല. ഭാര്യ പറഞ്ഞ ആള് വല്ല ചത്തുപോയോ എന്നറിയില്ല, നിങ്ങളൊന്ന് വാതിൽ തുറന്നു നോക്ക്. അങ്ങനെ ഇവര് വാതിൽ തുറന്നപ്പോൾ ജഗന്നാഥ്, ബലദേവ്, സുഭദ്ര അപൂർണമായി നിൽക്കുന്നു. കൈ മുഴുവനും ആയില്ല, തല മുഴുവനായില്ല, ദേഹം മുഴുവനും ആയില്ല, വിഗ്രഹം അപൂർണമായി. ഇന്ദ്രദ്യുമ്ന രാജാവിന് വലിയ സങ്കടമായി. ഞാൻ കാരണം പൂർണ്ണത കൈവരിച്ചില്ലല്ലോ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഈ കലികാലത്തിൽ എനിക്ക് ഈ രൂപത്തിൽ വരാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് ജഗന്നാഥ് വന്നു. പിന്നെ കാട്ടാളന്മാർ തന്നെ പിന്നെ ഇവിടെ വന്ന് നീലമാധവ വിഗ്രഹത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ ജഗന്നാഥ് വരുന്നതിനും മുമ്പേ ഉള്ള പ്രാചീനമായ വിഗ്രഹമാണ് ഏത്? നീലമാധവ വിഗ്രഹം. ഈ 5 ദർശനം എടുത്തവർക്ക് വീണ്ടും ഭൂമിയിൽ ജനിക്കാൻ ഒരു അവസരം വരില്ല. മോക്ഷപ്രാപ്തി എന്ന ശാസ്ത്രം പറയുന്നത്. 5 കണ്ടോ എല്ലാവരും? ഇല്ല, ഒന്നേ കണ്ടുള്ളൂ. കാശി പോയി എന്ന് പറഞ്ഞാൽ, പക്ഷെ ബിന്ദുമാധവ് കണ്ടില്ല. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ പ്രസിദ്ധിയാണ്. പിന്നെ ഇത് കാരണമാണ് പിന്നെ ജഗന്നാഥ് ക്ഷേത്രമൊക്കെ വന്നതും എല്ലാ ഐതിഹ്യങ്ങളും ഇവിടെ. കാശിയുടെ അമ്പലത്തിൽ നിന്ന് പുറത്തു വന്നാൽ കാലഭൈരവ ക്ഷേത്രമുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് നടക്കണം. അതേ ആ ഇടവഴിക്കകത്ത് തന്നെ. എല്ലാവർക്കും അറിയാം, ചോദിച്ചാൽ പറയും. ബിന്ദുമാധവ്. നീലമാധവ് ഭഗവാൻ കീ. ഹരേ കൃഷ്ണ.